ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, ബഹുമാന്യനായ അംഗം ഇവിടെ പറഞ്ഞതുപോലെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു ജില്ലാ ആശുപത്രിയിൽ അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടക്കുന്നത്. ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊക്കെ പറഞ്ഞ ഏറ്റവും സങ്കീർണമായിട്ടുള്ളതാണ്. അവിടെ ജനറൽ ആശുപത്രി എറണാകുളത്ത് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ 8ഓ 9ാമത്തെയോ ശസ്ത്രക്രിയ നടക്കാൻ പോകുന്നു. സർ, ഈ ഉത്തരം സമർപ്പിച്ചതിന് ശേഷം ഒരു ഡെവലപ്മെന്റ് കൂടി ഉണ്ടായിട്ടുണ്ട്. അതുകൂടി ഞാൻ ഈ സഭയെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സർ, തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ രാജ്യത്ത് ആദ്യമായിട്ട് കോർണിയൽ ട്രാൻസ്പ്ലാന്റ് നടന്നു കഴിഞ്ഞു. സർ, ശനിയാഴ്ചയാണ് അത് നടന്നത്. രോഗി സുഖമായി വരികയാണ്. സർ, ഇത് വളരെ വലിയൊരു മാറ്റമാണ്. ഇപ്പോൾ കിഫ്ബിയിലൂടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടാണ് ഇത് സാധ്യമാക്കിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ 2 കാര്യങ്ങളാണ് സർ. അവയവമാറ്റ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ അതിസങ്കീർണമായിട്ടുള്ള ശസ്ത്രക്രിയയാണ്. 2, ബഹുമാന്യനായിട്ടുള്ള കൽപ്പറ്റ അംഗം നേരത്തെ പറഞ്ഞതുപോലെ അവയവമാറ്റത്തിന് ഉണ്ടാകുന്ന ശസ്ത്രക്രിയക്ക് ഉണ്ടാകുന്ന ചെലവ് വളരെ 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 ഭാരമേറിയതാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധി കുടുംബത്തിനും വ്യക്തികൾക്കൊക്കെ ഉണ്ടാകും. ബഹുമാനപ്പെട്ട അംഗം നേരത്തെ ഇവിടെ പറഞ്ഞു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. സർ, ബഹുമാനപ്പെട്ട അംഗങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 45 50 ഒക്കെ ലക്ഷം രൂപ പുറത്താകുന്നു എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. MLA മാരെന്ന നിലയിൽ നമ്മുടെ അടുത്ത് വന്ന് ആളുകൾ പറയുന്നുണ്ട്. അവിടെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് ആദ്യമായി സർ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ 2022 ഫെബ്രുവരി മാസം 14-ാം തീയതി കോട്ടയം മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചത്. ഇവിടെ പറഞ്ഞതുപോലെ സമൂഹ മാധ്യമങ്ങളിലൂടെ ചില കുപ്രചരണങ്ങൾ നടക്കുന്നതായിട്ട് കാണുന്നു. സർ, കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ വളരെ ആസൂത്രിതമായി ആക്രമിക്കുന്നതിന് വേണ്ടി, കരിതേച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത്. പക്ഷെ സർ, ഇതിൽ ഒരു കാര്യമുണ്ട്. ഇത് സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമായിട്ടുള്ള ചികിത്സ സൗജന്യമായി നൽകുന്നതിനാണ് ശ്രമിക്കുന്നത്. ഉദാഹരണം, കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഈ പറഞ്ഞതുപോലെ ഭീമമായ ചെലവ് സ്വകാര്യ വൻകിട ആശുപത്രികളിലാകുമ്പോൾ സൗജന്യമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ 10 ശസ്ത്രക്രിയകൾ നടക്കുമ്പോൾ സർ ആദ്യത്തെ 5ഉം പൂർണ്ണമായി സൗജന്യമായി ചെയ്തു. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലൂടെ ഉള്ളവർക്ക് അത് പൂർണ്ണമായിട്ടും കവർ ചെയ്യപ്പെടുന്നുണ്ട് സർ. ഈ 5 സൗജന്യമായി ചെയ്തത് കൂടാതെ സംസ്ഥാനത്ത് എവിടെ നടന്നാലും കാസ്പിലൂടെ പൂർണ്ണമായി സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു. അതുകൂടാതെ സാമൂഹ്യനീതി വകുപ്പിന്റെ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ വഴി 5 ലക്ഷം രൂപ വരെ കൊടുക്കുന്നു സർ. ഇതിലൊന്നും കവർ ചെയ്യപ്പെടാത്ത ചില ആളുകൾക്ക്, കാസ്പ് ഇല്ലാത്ത APL വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയപ്പോൾ 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ആയിട്ടുണ്ട് സർ. പൂർണ്ണമായി സൗജന്യമായിട്ടോ മിതമായ നിരക്കിലോ ഈ ശസ്ത്രക്രിയകൾ ചെയ്തു കൊടുക്കുന്നതിനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സർ, ഈ ശസ്ത്രക്രിയയുടെ ആ ചെലവ് മാത്രമല്ല, ഇതിന്റെ ഹെലികോപ്റ്റർ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി 10-300 പോലീസ് സംവിധാനം ഉൾപ്പെടെ അതിനുവേണ്ടി സജ്ജമായി അത് ക്രമീകരണങ്ങൾ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സാർ ഇത് സാധ്യമാക്കുന്നത്. അത് ഈ നാട്ടിലെ നമ്മുടെ സംസ്ഥാനത്തെ നിസ്സഹായരായ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് സാർ ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്.